ഇന്നത്തെ എൻ്റെ ഐറ്റംസാണ് ഇത്. ഇതൊക്കെ ഉണ്ടോ കുറേ ചുടുകട്ട വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇവിടെ കുറച്ച് ചെടി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇത് ടൈം കൂടുതലാവുന്നതുകൊണ്ട് ഈ കട്ടയൊക്കെ ഇതാകണ്ടോ ചുടുകട്ട പീസൊക്കെ വെച്ചത് നേരത്തെ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ ലെവൽ ചെയ്തു അങ്ങനെ എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാൻ കരിക്കട്ടയാണ് ഇടുന്നത് കേട്ടോ. കരിക്കട്ട ഇടുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് അടിയിൽ നിന്ന് ഈ വിരയുടെ ശല്യം ഓവറായി വരും. വിര അത്യാവശ്യം നമുക്ക് ആവശ്യമാണ് ചെടിക്ക്, പക്ഷെ ഓവറാകുമ്പോഴത്തേക്കും ഈ മണ്ണൊക്കെ ഒരുമാതിരി കട്ട പിടിച്ച് ഉണ്ടയൊക്കെ പിടിച്ചതുപോലെ ആയിപ്പോവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ കരിക്കട്ട ഇടുകയാണ് കേട്ടോ. കുറച്ച് ലെങ്കായിട്ടുള്ള ഞാൻ പറയുന്നതായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് ഒരു സംശയം കൂടി. കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ക്ഷമിക്കുക, കാണാനെങ്കിലും പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഈ കരിക്കട്ട ഇടുന്നത് വേറെ റൂട്ട് നല്ല രീതിയിലുണ്ടാകും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അധികം കള പിടിക്കത്തില്ല. അങ്ങനെ ഒരുപാട് നേട്ടമുള്ള ഒരു സാധനമാണ് കരിയാണ്. എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് കരിയുണ്ട്, അതുകൊണ്ട് കുറച്ചാണ് ഇടുന്നത്. അത്യാവശ്യം കരി നല്ല രീതിയിലിട്ടാൽ നല്ലതായിരിക്കും ഇതൊക്കെ. ഞാനുള്ള കരിയെ ഇതാണ്. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പോർഷനായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിന് ഓരോ പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ചെയ്തൊക്കെ നോക്കണം ഇതേപോലെയൊക്കെ. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ചെറിയ രീതിയിൽ നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാൻ കഴിയും. വലിയ ചിലവൊന്നും കൊടുക്കില്ല. കണ്ടല്ലോ, നന്നായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ കരി ഫില്ല് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ പുറത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്യണം. മണ്ണ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ മണൽ, ചകിരിച്ചോറ് എപ്പോഴും ഇടും പോലെ തന്നെയാണ്, ചാണകപ്പൊടി, ഈ 3 ഐറ്റമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. നല്ല രീതിയിൽ ഫില്ല് ചെയ്താലേ ചെടി നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നിറഞ്ഞു കേട്ടോ. ചെടി അത്രയും എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മണ്ണ് അത്യാവശ്യമാണ്, എന്നാലേ അത് നമുക്ക് നടാൻ പറ്റത്തുള്ളൂ. വീഡിയോ കുറച്ച് ലെങ്തിയായ ക്ഷമിക്കണേ. ഇവിടെ ഒരു പട്ടിയുടെ ശല്യമുണ്ട് കേട്ടോ. ആ പട്ടി അപ്പോൾ നോക്കിയാൽ കുറച്ച് അതിനെക്കൊണ്ട് വലിയ ശല്യം. വീഡിയോ ചിലപ്പോൾ ലെങ്തിയായി പോകും കേട്ടോ.
നടാൻ പറ്റത്തില്ല. ക്രിയേറ്റിവിറ്റി ആകുമ്പോഴേ വേറെ ഡിസൈനൊക്കെ വരച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഞാനിത് തനിയെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിലൊക്കെ നല്ല രീതിയിൽ ചെയ്യാം. രണ്ടും കൂടെ നേരത്തെ ഫില്ല് ചെയ്തിരുന്നെങ്കിൽ ഇത് എന്നും ഞാൻ ഏകദേശം ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കില്ല അപ്പോൾ ഇതൊക്കെ വേറെ ആരോ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളെ കാണിക്കുന്നതെന്ന് ചിന്തിക്കും. അതെല്ലാം എൻ്റെ ഹാർഡ് വർക്കാണെന്ന് നിങ്ങൾക്കാണ്. അതിന് വേണ്ടിയാണ് ഇന്ന് ഫില്ല് ചെയ്യാതെ വെച്ചിട്ട്. കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. പിന്നെ നല്ല മഞ്ഞുണ്ട്. ആ മഞ്ഞിൽ നിൽക്കുമ്പോൾ ജലദോഷത്തിൻ്റെ പ്രശ്നമുണ്ട്. തുമ്മൽ ഇടയ്ക്കിടയ്ക്ക് വളരെ സാധ്യതയുണ്ട്. തുമ്മലിച്ചുള്ള അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ? ഇത്രയും ദൂരെ ഇരുന്ന് പറയുന്നത് നോടി കേൾക്കാൻ പറ്റുമോ അറിയില്ല. ഇത് മൈക്കും ഇല്ല കേട്ടോ. മൈക്ക് മേടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പോർഷൻ വന്നിട്ട് ഇവിടെ ഫാഷൻ ഫ്രൂട്ട് ഒക്കെ നിൽക്കുന്ന പിന്നെ ഇതിൻ്റെ മുകളിൽ ഷീറ്റുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡോർ പ്ലാന്റുകളുള്ള ചെടിയെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടേക്ക് കണ്ടോ ഈ ഒരു ഐറ്റം ഇത് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഫാസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ. അയ്യോ അവിടെ ഈ ഒരു ഐറ്റം പിടിപ്പിക്കാമെന്ന് കരുതി. കാണാമല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗത്ത് ഇതിൻ്റെ വേറൊരു കളറുണ്ട് കേട്ടോ. ഈ കളർ കൊള്ളാമല്ലോ, നല്ല ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. ഇതും കൂടെ അടുത്തെടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്കത് പിടിപ്പിച്ച് പോകാം. ഇത് വന്നിട്ട് ഇതിൻ്റെ വേറൊരു ഐറ്റം പ്ലെയിനാണ് കേട്ടോ. ഇത് പുറത്ത് ഗ്രീൻ വന്നിട്ട് അടിയിൽ ഈ പർപ്പിൾ കളർ. അത് ഈ സെൻട്രലായിട്ട് പിടിപ്പിക്കുകയാണ്. ഏതൊരു ചെടി നമ്മൾ അത് വളർന്ന ശേഷം അതിൻ്റെ ഒരു സൗന്ദര്യം അത് പൊട്ടിപ്പോയി. ഇതൊക്കെ നേരത്തെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഇത് കുറേ കൂടെ ചേർത്ത് നടാം. എന്നാലേ ആ സെൻറ്ററിൽ വെക്കുന്ന ചെടി കാണാൻ പറ്റത്തില്ല.
എല്ലാം ഒരേ സൈസ് കിട്ടിയാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പല പല സൈസാകുമ്പോൾ പല രീതിയിലത് കാണും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പിന്നെ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് എല്ലാം ഒരേപോലെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇതിനായിട്ട് എനിക്കൊരു സമയം കണ്ടെത്താൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഈ കഴിയുന്നത് ഞാൻ മോർണിംഗിലാണ് വീഡിയോ പിടിക്കുന്നത്. ചില സമയങ്ങൾ ഈവനിങ്ങിൽ പിടിക്കും. അപ്പോൾ ഈ ഉച്ച സമയത്തൊന്നും എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല. പിടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സൺലൈറ്റിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് സൺലൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരിക്കലും കമൻറ്റ് മാത്രം നിങ്ങൾ ഇടുന്നു കേട്ടോ. കമൻറ്റും കൂടെ ഇടണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ 49 സബ്സ്ക്രൈബർ ആയി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ലൈവ് ഞാൻ ലൈവ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അത് ഉടനെ കാണും. അപ്പോൾ എൻ്റെ ലൈവ് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈവിൽ എന്തെങ്കിലും ഒരു പ്ലാനിനെ കുറിച്ച് പറയാൻ ശ്രമിക്കാം ഞാൻ. രണ്ടെണ്ണം കൂടെയാണ്, ഇത് തീർന്നു കേട്ടോ. ചെടികൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല. എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെടുന്നതായിട്ടാണ് ചെടികൾ. പക്ഷെ കൃഷിയെന്ന് പറയുമ്പോൾ ചിലർക്ക് കുറച്ച് മടിയായിരിക്കും. പച്ചക്കറിയൊക്കെ പിടിപ്പിക്കാൻ അതൊക്കെ കുറച്ച് മടിയായിരിക്കും. പക്ഷെ ചെടി എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവരും അത് ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. അപ്പോൾ ഈ ഒരു റോ നോക്കി ഫിനിഷായിട്ടുണ്ട്. അടുത്ത ഈ റോയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൂ ഫ്ലവർ, ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. ഇത് ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഇത് എല്ലാം ഞാൻ ഇവിടെ വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇത് എന്നെ കൊടുക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ്. കാണാൻ കഴിയുമെന്ന് നിങ്ങൾക്ക്. ഇത് വൈറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വെക്കുകയാണ് കേട്ടോ. വൈറ്റാണോ ബ്ലൂ ആണോ എന്ന് പറയും. ഇതിൻ്റെ വേര് കണ്ടോ, നല്ല ലെങ്തി ആയിട്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ എൻ്റെ കയ്യിൽ കത്തിയില്ല. ഇവിടെ ഒരു പിങ്ക് വയ്ക്കും.
പിങ്കാണെന്ന് വിശ്വസിക്കുന്നു. അതോ അതിന് ബ്ലൂ ആണോ എന്ന് അറിയില്ല. ഇപ്പോൾ എല്ലാ ഫ്ലവറില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ പിടിപ്പിക്കുകയാണ്. ഫ്ലവർ വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഒരെണ്ണം കൂടെ നിൽക്കുമെന്ന് തോന്നുന്നു. പിന്നെ കുറച്ചുകൂടെ ബാക്ക് കിട്ടും. അപ്പോൾ 2 റോയും ഫില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാ കണ്ടോ, ചുടുകട്ടയുടെ പീസ് ഇവിടെ ഒരു ചെറിയ റോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ ഒരു ചുടുകട്ടയുടെ പീസ് വയ്ക്കും. വച്ചിട്ട് ഈ എപ്പീസിയ പ്ലാന്റ് ഇവിടെ പ്ലേസ് ചെയ്യാണ് കേട്ടോ, ഒരു ഡെക്കറേഷന് വേണ്ടി. മനസ്സിലായോ? എപ്പീസിയ പ്ലാന്റ്. അടുത്ത റോയിൽ ഇവിടെ ഒരു കല്ല് വെച്ചിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്തില്ലേ, ഓക്കെ, മണി പ്ലാന്റും പിന്നെ 10 മണിയായിട്ട് ആ ഒരു പ്ലാന്റ് അവിടെ വയ്ക്കുകയാണ്. ഇത് വളർന്നിട്ടില്ല, നമ്മളന്ന് പിടിപ്പിച്ചതല്ലേ ഉള്ളൂ. വളരുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ വളർന്ന ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാനിവിടെ പ്ലേസ് ചെയ്യാണ് കേട്ടോ. അടുത്ത റോയിലാണ് നമ്മുടെ കിടുവായിട്ട് അന്ന് നമ്മൾ പിടിപ്പിച്ചില്ലേ, കാണുന്നു, ഓർക്കിഡും എല്ലാം കൂടെയാണ്. അതിവിടേക്ക് പ്ലേസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത്രയാണ് പിടിച്ചത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ കണ്ടോ, കാണാൻ പറ്റുമോയെന്നറിയില്ല. ഷോർട്സിൽ എങ്കിലും ഞാൻ കാണിച്ചു തരാം. എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബാക്കി ഞാൻ ഷോർട്സിൽ പിടിച്ചു തരാം കേട്ടോ. അപ്പോൾ